ആ പാലക്കാട്ടെ കർഷകരെ സംബന്ധിച്ച്, ആ പാലക്കാട്ടെ ജനങ്ങളെ സംബന്ധിച്ച് കുടിവെള്ളം കിട്ടാൻ, കർഷകർക്കുള്ള കൃഷിക്കുള്ള പരമപ്രധാനമാണ്, ഒരു തർക്കവും വേണ്ട, കുടിവെള്ളമെങ്കിലും കിട്ടാൻ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ കുടിവെള്ളം പോലും കിട്ടാത്ത പ്രദേശത്ത് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പ്രോജക്ട് തയ്യാറാക്കുമ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി രാവിലെ വന്ന് വാ പൊളിച്ചിട്ട് പറയുക അതൊക്കെ എന്തോ സീറോ വേസ്റ്റേജ് ആണ്, അതുപോലെ തന്നെ വെള്ളം എല്ലാം മഴവെള്ള സംഭരണിയിലൂടെ മാത്രം ഇത് ഉപയോഗിക്കൂ എന്നൊക്കെ പറഞ്ഞ കേരളത്തിലെ ജനങ്ങളെല്ലാം വിഡ്ഢികളാണെന്നാണ് അദ്ദേഹം കഴിയുന്നത്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗിലൂടെ ഈ പ്രോജക്ട് നടപ്പിലാക്കാനുള്ള വെള്ളം മുഴുവൻ ഞങ്ങൾ കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇപ്പൊ KW എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കില്ല എന്ന്. അങ്ങനെ പറഞ്ഞാൽ ഇത് വിശ്വസിക്കുന്ന ജനങ്ങളാണോ ഷാനി കേരളത്തിലുള്ളത്? മഴവെള്ള സംഭരണി എത്രത്തോളം ഉണ്ടാക്കിയാൽ കഴിയുമെന്ന് ഇത്തരത്തിൽ സംഭരിക്കാൻ? ഇത് ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നത് മദ്യമല്ലേ? മദ്യം എന്ന് പറയുമ്പോൾ എത്ര ലിറ്റർ മദ്യമാണ് ഒരു ദിവസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ആ രീതിയിൽ കോടാനുകോടി ലിറ്റർ വെള്ളം വേണ്ട ഒരു പദ്ധതി ജലദൗർബല്യമുള്ള ഒരു പ്രദേശത്ത് തന്നെ നടത്തും എന്ന വാശി അതേ ജില്ലക്കാരനായ മന്ത്രി MB രാജേഷ് എടുക്കുമ്പോൾ അതിന്റെ പിന്നിൽ അഴിമതിയുണ്ട് എന്ന് പറയുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു വിജിൻ വന്ന ഒരു ചാനലിൽ പറഞ്ഞതുകൊണ്ടോ, ഒരു MB രാജേഷ് ഒരു നിയമസഭയിൽ പറഞ്ഞതുകൊണ്ടോ, ഒരു MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞതുകൊണ്ടോ അതൊരു വാക്കാകില്ല. ഇതിന്റെ പിന്നിൽ കുറച്ച് ശാസ്ത്രീയമായ കാര്യങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ, കൊക്കക്കോള കമ്പനി ഇതേ പാലക്കാട് ജില്ലയിൽ തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. അവിടുത്തെ ജനങ്ങൾ എന്തുമാത്രം ദുരിതം അനുഭവിച്ചതിന്റെ പേരിലാണ് അത് പൂട്ടേണ്ടി വന്നത് എന്ന കാര്യം താങ്കൾക്കറിയാമോ? ഈ വിജിന്റെ നേതാവ് അറിയാമോ? VS അച്യുതാനന്ദൻ 2018 ഇത്തരത്തിൽ സർക്കാർ ബ്രൂവറി കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ മലമ്പുഴയെ പ്രതിനിധീകരിച്ചിരുന്ന VS അച്യുതാനന്ദൻ അദ്ദേഹം തന്നെ കത്ത് നൽകിയിട്ടുണ്ട്, ഇത്തരത്തിൽ ബ്രൂവറി ആരംഭിക്കരുത് പാലക്കാട് ജില്ലയിൽ എന്ന് പറഞ്ഞുകൊണ്ട്. നിഷേധിക്കാമോ? അപ്പോൾ ശ്രീ VS അച്യുതാനന്ദനെ പോലും ബോധ്യപ്പെടുത്താൻ കഴിയാതിരുന്ന പദ്ധതി, ആ പദ്ധതിയിൽ ഇനി ഞങ്ങൾ വെള്ളം ഒന്നും ഉപയോഗിക്കില്ല, നിങ്ങൾ പിന്നെ അന്തരീക്ഷത്തിൽ നിന്നുണ്ടാക്കുമോ? ഇതൊക്കെ മദ്യമാണ് ഉണ്ടാക്കുന്നത്. ആ മദ്യം ഉണ്ടാക്കുന്നതിനും അത് ബ്ലെൻഡ് ചെയ്യുന്നതിനും എന്തുമാത്രം വെള്ളം, അത് കൊണ്ടുപോകുന്നതിനും മാത്രമല്ല എന്തുമാത്രം വെള്ളം വേണമെന്ന് നമുക്കൊക്കെ അറിയാവുന്ന ഒരു വ്യവസായമാണത്. ആ വ്യവസായത്തിന് KWA വെള്ളം കൊടുക്കില്ല എന്ന് പറയും, കേരള വാട്ടർ അതോറിറ്റി കൊടുക്കില്ല എന്ന് പരസ്യമായി പറയുന്നു. എന്നാൽ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നു KWA വാട്ടർ കൊടുക്കും, വെള്ളം കൊടുക്കുമെന്ന് പറയുന്നു. ഇല്ല എന്ന് ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ പരസ്യമായി പറഞ്ഞിരിക്കുന്നു. പറഞ്ഞിരിക്കുന്ന വാക്കെല്ലാം പാലിക്കും. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു കേട്ടില്ലേ, 5 ഏക്കറിൽ മഴവെള്ള സംഭരണിയല്ലേ വരുന്നത്? ഞാൻ പറഞ്ഞ കൂടി പോകും, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. CPM സംസ്ഥാന സെക്രട്ടറി ഇത് പറയുമ്പോൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കണ്ടേ? ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് കേരള വാട്ടർ അതോറിറ്റിയെ കുറിച്ചല്ലേ? ആ കേരള വാട്ടർ അതോറിറ്റിയുടെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറല്ലേ ഇന്ന് നിങ്ങളുടെ ചാനലിനോട് പറഞ്ഞത് ഞങ്ങൾ കൊടുക്കില്ല, ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണെന്ന്? അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞ് താങ്കൾ കേട്ടില്ലേ? അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ് താങ്കൾ കേട്ടില്ലേ? അവിടുത്തെ CPI നേതാക്കന്മാർ പറയുന്നത് കേട്ടില്ലേ? അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു സർവേ നടത്തിക്കോന്നേ. മനോരമ തന്നെ ഒരു സർവേ നടത്തൂ, അവിടുത്തെ മുഴുവൻ ജനങ്ങൾ വോട്ട് ചെയ്യട്ടെ, ആ പാലക്കാട് ജില്ലയിലെ വോട്ടർമാർ വോട്ട് ചെയ്യട്ടെ, ജനങ്ങൾ വോട്ട് ചെയ്യട്ടെ, നിങ്ങൾക്കറിയാം എന്തായിരിക്കും അതിന്റെ റെസ്പോൺസ് എന്ന്. അപ്പോ അങ്ങനെ ഇവിടെ എന്താ പറഞ്ഞത്? ഇവിടെ വികസനം വരണ്ടേ, ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വരണ്ടേ? ഇത്തരത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ആണോ വിജയന് വേണ്ടത് ഇവിടെ ഇപ്പോൾ അത്യാവശ്യമായിട്ട്? പിന്നെ നിങ്ങൾ പറഞ്ഞ കമ്പയർ ചെയ്ത മറ്റൊരു വാചകം എന്താ? കേരള റെയിൽ നന്നായിരിക്കും. ഞാൻ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. ഇവിടെ മന്ത്രി പറഞ്ഞു ഞങ്ങൾ ഒളിച്ചോടിയെന്ന്. മന്ത്രിയാണ് യഥാർത്ഥത്തിൽ ഒളിച്ചോടിയത്. ഇന്നെങ്ങാനും വന്നാലോ, അടിയന്തര പ്രമേയം വന്നാലോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജില്ലാ സമ്മേളനത്തിന്റെ പേരിൽ ഒളിച്ചോടി. പോട്ടെ, ഒരു മിനിറ്റ് പറഞ്ഞു. താങ്കൾ പറഞ്ഞത് കേട്ടതാണ്. എന്റെ അവസരത്തിൽ താങ്കളോട് ഒറ്റ ചോദ്യമേ ചോദിച്ചോളൂ, അതിന്റെ മറുപടി താങ്കൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു കേൾക്കൂ. ഇവിടെ അടിയന്തര പ്രമേയം ഇത് ഒരു ദിവസത്തേക്ക് കൂടിയ നിയമസഭയല്ല. ഈ നിയമസഭ സമ്മേളനം ഇനിയും ദിവസങ്ങളോളം ഉണ്ട്. അടിയന്തര പ്രമേയത്തെ സംബന്ധിച്ച് ഇന്ന് വന്ന അടിയന്തര പ്രമേയത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഗൗരവമുള്ള വിഷയം തന്നെയാണ് അടിയന്തര പ്രമേയമായിട്ട് വന്നിട്ടുള്ളത്. കലാബാബുവിനെ പരസ്യമായി സ്ത്രീത്വത്തെ അപമാനിക്കത്തക്ക രീതിയിൽ പോലീസിന്റെ ഒത്താശയോടുകൂടി CPM-ന്റെ ഏരിയ സെക്രട്ടറിയും മുനിസിപ്പൽ ചെയർമാനും ഉൾപ്പെടെയുള്ളവർ വസ്ത്രാക്ഷേപം നടത്തിയതുൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട വിഷയം ഞങ്ങളെ സംബന്ധിച്ച് അടിയന്തര പ്രാധാന്യമുള്ളത് തന്നെയാണ്. ഇന്നിപ്പോ വീണ്ടും വന്നിരിക്കല്ലേ, മനോരമ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തില്ലേ PPE കിറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. PPE കിറ്റിൽ നടത്തിയിട്ടുള്ള നമ്മുടെ പിന്നെ വലിയ സംരക്ഷക, കേരളത്തിന്റെ സംരക്ഷക ടീച്ചർ അമ്മ നടത്തിയിട്ടുള്ള അഴിമതിയെ സംബന്ധിച്ച് CAG പറഞ്ഞിരിക്കുന്നത് അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ലേ? ബ്രൂവറീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അടിയന്തര പ്രാധാന്യമുള്ളതല്ലേ? ഞങ്ങൾക്ക് ദിവസങ്ങളുണ്ട്, ഞങ്ങൾ ഒന്നൊന്നായി ഉന്നയിക്കും. ഞങ്ങൾക്ക് ഉന്നയിച്ചാലും തീരാത്തത്രയും അടിയന്തര പ്രമേയം കൊണ്ടുവരാനുള്ള വിഷയങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് നിങ്ങളെക്കാൾ നന്നായി ഞങ്ങൾക്ക് ബോധ്യമുള്ളവരാണത്. ഒന്ന് ഞാൻ ചോദിക്കുന്നത്, ഒയാസിസ് പോലെയുള്ള ഒരു എന്താ പറയുന്നത്, ഇത്രയും ഒരു കമ്പനി, ഈ കമ്പനിയുടെ പശ്ചാത്തലത്തെ കുറിച്ചൊക്കെ കൂടെ പറഞ്ഞു. ഡൽഹി മദ്യനയ കേസിൽ പെട്ടിട്ടുള്ളത്, അതുപോലെ പഞ്ചാബിൽ ആ കമ്പനി പ്ലാന്റ് നടത്തിയപ്പോൾ അതിന് ഭൂഗർഭജലം ചൂഷണം ചെയ്തു എന്ന് മാത്രമല്ല ഭൂഗർഭജലത്തിൽ മലിനമാക്കിയതുൾപ്പെടെ
4 കിലോമീറ്റർ റേഡിയസിൽ മലിനമാക്കിയ ഉൾപ്പെടെയുള്ള വിഷയമുണ്ട്. ആ കമ്പനി ഇത്തരത്തിലൊരു അനുമതി കിട്ടിയതുമായി ബന്ധപ്പെട്ട് ആ കമ്പനിയുടെ സിഇഒയോ ആ കമ്പനിയുടെ PROയോ ആരെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടോ? എന്നാൽ ആ കമ്പനിക്ക് വേണ്ടി ഇപ്പോഴും മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് MV ഗോവിന്ദനും MB രാജേഷുമല്ലേ? എന്താ എല്ലാത്തിനും അഭിപ്രായം പറയുന്നത് പാലക്കാട് നിന്നുള്ള AK ബാലൻ ഇതുമായി ബന്ധപ്പെട്ട് മിണ്ടാത്തത്? ഷാനി ചോദിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു വന്നത് ഒയാസിസ് കമ്പനിയുടെ PRO ആയിട്ടും അതുപോലെ തന്നെ ഒയാസിസ് കമ്പനിയുടെ CEO ആയിട്ടും ഒക്കെ സംസാരിക്കുന്നത്, CEO ആയിട്ട് നിൽക്കുന്നത് ഇപ്പൊ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാ. അതിന്റെ PRO ആയിട്ട് പ്രവർത്തിക്കുന്നത് ഇപ്പൊ MB രാജേഷ് ആണ്. ആ കമ്പനിയുടെ ആരെങ്കിലും നിങ്ങൾ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും വിവാദം ഉണ്ടായിട്ട്? എന്താ വരാത്തത്? ഷാനി ചോദിച്ചോ എന്താ വരാത്തതെന്ന്? അപ്പോ അവർക്ക് അതിനേക്കാൾ നല്ല ഉന്നതന്മാർ ഇവിടെ അവരുടെ PROമാരായും CEOമാരായിട്ടും എന്തുകൊണ്ട് ആ കമ്പനി മുമ്പോട്ട് വരുന്നില്ല? ഓരോന്നോരോന്നായി പൊളിയട്ടെ, സ്വയം പൊളിയുന്നതാണ് എനിക്ക് ഇഷ്ടം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒന്നും പൊളിയാൻ പോകുന്നില്ല ഈ കേസ്. ഇത് നമുക്ക് മുൻപ് അറിയാവുന്നത് പോലെ സ്പ്രിംഗ്ലർ കേസ് പോലെ, അതുപോലെ തന്നെ ആഴക്കടൽ മത്സ്യബന്ധനം പോലെ, അതുപോലെ പിന്നെ നേരത്തെ 2018 കൊണ്ടുവരാൻ ശ്രമിച്ച ഡിസ്റ്റിലറി ബ്രൂവറി കേസ് പോലെ നിരവധി പ്രശ്നങ്ങൾ, നമ്മുടെ ഈ മൊബിലിറ്റി പദ്ധതി പോലെ, അതുപോലെ AI ക്യാമറ പോലെ നിരവധി വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഇത് പിന്നോട്ട് പോകേണ്ടി വരും. ഞാൻ ഇവിടെ വിജിൻ പറഞ്ഞ ഒറ്റ വാചകം മാത്രം കടമെടുക്കുകയാണ്. അദ്ദേഹം പറയുന്നു ഒന്നാമത്തെ ഘട്ടത്തിൽ IMFL ആണ്, ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വറാണ് ഈ കമ്പനിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. എങ്കിൽ പിന്നെ എഥനോൾ എന്തിനാണ്? എഥനോൾ പ്ലാന്റ് അപ്പോൾ എഥനോളിന്റെ ഉൽപ്പാദനം അപ്പോഴും ആരംഭിക്കുന്നില്ല എന്ന് വെച്ചാൽ എഥനോൾ ഉൽപ്പാദനം തുടങ്ങാൻ ശ്രമിച്ച കമ്പനി എഥനോൾ അല്ല ആദ്യം ഉൽപ്പാദിപ്പിക്കുന്നത്. ഫസ്റ്റ് ഫേസിൽ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വറാണ്, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ, നമ്മളൊക്കെ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ ഈ ക്യാബിനറ്റിന്റെ ബ്രീഫായിട്ടുള്ള ആ നോട്ട് കുറിപ്പ് മാത്രം ഞാനൊന്ന് വായിക്കുകയാണ്. പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട്ട് എഥനോൾ പ്ലാന്റ്, മൾട്ടിഫീഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ്, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ബോട്ടിലിംഗ് യൂണിറ്റ്, ബ്രൂവറി, മാൾട്ട് സ്പിരിറ്റ് പ്ലാന്റ്, ബ്രാൻഡി പ്ലാന്റ്, വൈനറി പ്ലാന്റ് എന്നിവ ആരംഭിക്കുന്നതിന് എഥനോള് നിർമ്മിക്കാനുള്ള അഥവാ പിന്നെ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ നിർമ്മിക്കാനുള്ള അനുമതി കൊടുക്കുമെന്ന് മദ്യനയത്തിൽ പറഞ്ഞിട്ട് ഈ പ്ലാന്റുകളൊക്കെ എന്തിനാണ് അവിടെ സ്ഥാപിക്കുന്നത്? ബിയർ ഉൽപ്പാദിപ്പിക്കുന്നതും ബ്രാൻഡി ഉൽപ്പാദിപ്പിക്കുന്നതും വിസ്കി ഉൽപ്പാദിപ്പിക്കുന്നതും ഉൾപ്പെടെയുള്ള കമ്പനികൾ, സ്ഥാപനങ്ങൾ അവിടെ ആരംഭിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ ഈ എഥനോൾ ഉൽപ്പാദിപ്പിക്കാനാണെങ്കിൽ. അപ്പോ കേരളത്തെ മുഴുവൻ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഒരു വലിയ കുംഭകോണമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഈ പ്ലാന്റുമായി ബന്ധപ്പെട്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. 26 ഏക്കറിൽ ഇത്തരത്തിൽ പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ, ഇത്രയും സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള പ്രാഥമിക അനുമതി സർക്കാർ കൊടുക്കുമ്പോൾ നിങ്ങളുടെ മദ്യനയത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണോ നിങ്ങൾ പ്രാവർത്തികമാക്കുന്നത്? അല്ല. മറ്റൊരാളോടും ചോദിക്കാതെ ആർക്കും പറയാൻ കഴിയും അല്ല. മറ്റൊന്ന് നിങ്ങൾ പറഞ്ഞെന്താ, പിന്നെ ധാന്യേതര റോ മെറ്റീരിയൽസിൽ നിന്ന് നിങ്ങൾ ENA ഉൽപ്പാദിപ്പിക്കുന്ന പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇപ്പൊ എന്താ പറയുന്നത്? പൊടിഞ്ഞാരി, മരച്ചീനി, പിന്നെ കൈതച്ചക ഉൾപ്പെടെയുള്ള മറ്റു വിഷയം, ഒരുപാട് ചോളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും നിങ്ങളുടെ മദ്യനയത്തിന്റെ ഭാഗമാണോ? അപ്പോൾ നിങ്ങളുടെ മദ്യനയവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഒയാസിസ് എന്ന് പറയുന്ന കമ്പനിക്ക് നിങ്ങൾ അനുമതി നൽകിയിരിക്കുന്നു. ആ അനുമതി നൽകിയിരിക്കുമ്പോൾ ആ കമ്പനിക്ക് ഈ രാജ്യത്ത് ഏതെല്ലാം തരത്തിലുള്ള മദ്യവ്യവസായവുമായി ബന്ധപ്പെട്ട ഫാക്ടറികളുണ്ടോ അതെല്ലാം ഒരു കുടക്കീഴിൽ തുടങ്ങുന്നതിനുള്ള അനുമതി നൽകിയിരിക്കുന്നു. ഇത് എന്ത് നയത്തിന്റെ ഭാഗമാണെന്ന് മാത്രം നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. ഇത് മാത്രം ഒന്ന് MB രാജേഷ് ഒന്ന് വ്യക്തമാക്കിയാൽ മതി. ഒറ്റ ചോദ്യം, നിങ്ങളുടെ മദ്യനയത്തിന് ഘടകവിരുദ്ധമായി ഇത്തരത്തിൽ തീരുമാനമെടുത്തത് എന്തുകൊണ്ട്? ഇവിടുത്തെ വ്യവസായത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടായിട്ടല്ല. ഈ സംസ്ഥാനത്ത് ഇതിനോടകം തന്നെ 20 ബ്രൂവറികളും ഡിസ്റ്റിലറികളും ഉണ്ടായിരുന്നു. 20 ഡിസ്റ്റിലറികളിൽ 3 എണ്ണം പൂട്ടിപ്പോയിട്ടുണ്ട്. ബാക്കി 17 ഡിസ്റ്റിലറികളുണ്ട്. ഈ 17 ഡിസ്റ്റിലറികളിലും കൂടി 40 ലക്ഷം കേസ് മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട് ഈ സംസ്ഥാനത്ത്. പക്ഷെ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് 14 ലക്ഷം കേസുകൾ മാത്രമാണ് ഈ സംസ്ഥാനത്ത് ഇപ്പോൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പറയുന്നത് പുറത്തുനിന്ന് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിന്റെ അഭാവമാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ കമ്പനികളുടെ, നിലവിലുള്ള സംസ്ഥാനത്തുള്ള കമ്പനികളുടെ കപ്പാസിറ്റി കൂട്ടിയാൽ പോരെ? നിങ്ങൾ ഈ പറയുന്ന മദ്യത്തിന്റെ ക്ഷാമം ഉണ്ടെങ്കിൽ അവിടെയല്ല പ്രശ്നം. ഇവിടെ ഒയാസിസിന് കൊടുക്കാൻ വേണ്ടി എല്ലാ മദ്യ വ്യവസായവും ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒയാസിസിന്റെ ബ്രാൻഡ് അംബാസഡർമാരായി കേരള സർക്കാർ മാറുന്നു, വിശിഷ്യ മുഖ്യമന്ത്രി മാറുന്നു, വിശിഷ്യ അബ്കാരി മന്ത്രി മാറുന്നു. നിങ്ങൾക്കത് എക്സൈസ് മന്ത്രിക്ക് ഒരു ദിവസം ഉറക്കം കൊടുക്കാൻ മാത്രം കരുതലോടെ മാറ്റിവെക്കാവുന്ന ഒരു വിഷയമാണ് അല്ലേ? ഞങ്ങളുടെ മുമ്പിൽ നിരവധി വിഷയങ്ങൾ. ഷാനി, അത് ഇതിനൊന്നും ലൈറ്റ് ആയിട്ടൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇതിനെയൊക്കെ ഞങ്ങൾ ഗൗരവത്തിൽ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു തർക്കവും വേണ്ട. ഇവിടെ ഗൗരവത്തിൽ കാണുന്ന വിഷയങ്ങൾ മാത്രമേ സർക്കാർ ചെയ്യുന്നുള്ളൂ. സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പിടിപ്പുകേടുകൾ ഇപ്പം നിങ്ങൾ താഴെ സ്ക്രോൾ ചെയ്യുന്നത് എന്താ? പിന്നെ PPE കിറ്റുമായി ബന്ധപ്പെട്ട് 10 കോടി രൂപ അമിതമായി കൊടുത്തത് CAG പറഞ്ഞിരിക്കുക.
അത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമ്മുടെ മുമ്പില്ലേ? ഇന്നിപ്പോ എടുത്ത വിഷയം മോശമാണെന്ന് താങ്കൾ ഒരു വനിതാ മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ കലാബാബുവിന്റെ വിഷയം അടിയന്തര പ്രമേയം എടുത്തതിനെ താങ്കൾ നിഷേധിക്കുന്നുണ്ടോ? താങ്കളുടെ ഒരു മറുപടി എനിക്ക് ചോദിക്കാനുണ്ട്. തീർച്ചയായും ഇല്ല. ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കാം എന്ന് പറയുകയും ചെയ്യുന്നത് കൊണ്ടുള്ള ഭരണപക്ഷത്തിന്റെ ചോദ്യമാണ് പ്രശ്നം. ഒറ്റ മിനിറ്റ് താങ്കളെ ചോദിക്കുമ്പോ ഒരു ദിവസം ഒന്നിലധികം അടിയന്തര പ്രമേയം എടുക്കാൻ കഴിയില്ല താങ്കൾക്ക് അറിയാമല്ലോ. ഒരു ദിവസം ഒന്നിലധികം അടിയന്തര പ്രമേയം എടുക്കാൻ കഴിയില്ല താങ്കൾക്ക് അറിയാമല്ലോ. അവിടെ തന്നെയാണ് താങ്കൾ പറയുന്നത് കലാബാബുവിന്റെ അടിയന്തര പ്രമേയം ഗൗരവമുള്ള വിഷയമാണെന്ന് താങ്കൾ തന്നെ വനിതാ മാധ്യമ പ്രവർത്തകനിൽ സമ്മതിക്കുമ്പോ ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ദിവസം കൂടി ക്ഷമിക്കൂ, ഒരു ദിവസം കൂടി ക്ഷമിക്കൂ. കാരണം നിയമസഭ നടക്കുകയാണ്.